ഈ യുദ്ധത്തിൽ ഇറാൻ സ്വീകരിക്കുന്ന തന്ത്രപരമായ ചില നീക്കങ്ങൾ, ആ നീക്കങ്ങളിൽ രാഷ്ട്രീയമായ ചിലതുണ്ട്, സാമ്പത്തികമായ ചില നീക്കങ്ങളുണ്ട്. അമേരിക്കയെയോ ഇസ്രായേലിനെയോ തിരിച്ച് ആക്രമിക്കുക എന്ന ഒരൊറ്റ പോയിന്റിലല്ല ഇറാൻ അവരുടെ യുദ്ധതന്ത്രങ്ങൾ മെനയുന്നത്. അങ്ങനെ ഒരു യുദ്ധം വന്നാൽ എന്തൊക്കെ ചെയ്യണം എന്ന കാര്യത്തിൽ അവർക്കൊരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടായിരുന്നു. അമേരിക്കൻ ആധിപത്യം അവസാനിപ്പിക്കണമെങ്കിൽ എവിടെയാണ് ആക്രമണം നടത്തേണ്ടത്, ഇക്കാര്യത്തിലൊക്കെ കൃത്യമായ ധാരണ ഇറാനുണ്ട്. ഇറാൻ ഒരു സാമ്പത്തിക യുദ്ധം കൂടി ആഗ്രഹിക്കുന്നുണ്ട്. അമേരിക്കൻ ആധിപത്യത്തിൻ്റെ അടിസ്ഥാന ശില എന്ന് പറയുന്നത് പെട്രോ ഡോളറാണ്. 1970 ഹെൻറി കിസഞ്ചറും സൗദി രാജാവും തമ്മിൽ പെട്രോൾ വാങ്ങുന്നവരൊക്കെ ഡോളറിൽ വിനിമയം നടത്തുക. പെട്രോൾ എല്ലാ രാജ്യങ്ങൾക്കും ആവശ്യമുണ്ട്. ആ രാജ്യങ്ങളൊക്കെ വിനിമയം നടത്തേണ്ടത് ഡോളറിലാണ്. അമേരിക്കയുടെ സാമ്പത്തിക സോഴ്സിൻ്റെ പ്രധാന ജീവവായു എന്ന് പറയുന്നത് പെട്രോ ഡോളറാണ്. അമേരിക്കൻ സാമ്പത്തിക രംഗത്ത് ഏറ്റവും വലിയ കുതിച്ചുചാട്ടത്തിന് നിമിത്തമായത് ഈ പെട്രോ ഡോളറാണ്. അമേരിക്കൻ ഡോളറിൻ്റെ ആധിപത്യം വളരെ ശക്തമാണ്. ലോകത്തെ 50% രാജ്യങ്ങളുടെയും കരുതൽ ശേഖരം, കരുതൽ ഫണ്ട് US ഡോളറിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ 80% നടക്കുന്നത് US ഡോളറിലാണ്. ഇവിടെയാണ് ഇറാൻ ചെറിയ ഒരു മാറ്റത്തിന് ശ്രമിക്കുന്നത്. ഇറാൻ ഇപ്പോൾ തന്നെ ചൈനക്ക് ക്രൂഡ് ഓയിൽ നൽകുന്നത് യുവാനിലാണ്, USDക്ക് പകരം. ഇന്ത്യക്ക് ഇറാൻ ക്രൂഡ് ഓയിൽ നൽകുന്നത് ഇന്ത്യൻ റുപ്പീസിലാണ്, INRലാണ്. ഇപ്പോൾ ഇറാൻ ഉദ്ദേശിക്കുന്നത് ക്രൂഡ് ഓയിൽ വിപണി US ഡോളറിൽ നിന്ന് യുവാനിലേക്ക് മാറ്റുക. ഇതോടെ അമേരിക്കൻ ആധിപത്യം അവസാനിക്കും. ഇങ്ങനെ സാമ്പത്തികമായ ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് അമേരിക്കക്ക് നൽകണമെന്ന് ഇറാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഹുർമൂസിൽ കൂടെ കടന്നു പോകുന്ന ക്രൂഡ് ഓയിലുകൾ, അതിൻ്റെ വിനിമയം USDയിൽ നിന്ന് മാറി യുവാനിലേക്ക് മാറ്റിയാൽ തങ്ങൾ പാത തുറന്നു കൊടുക്കും എന്ന ഒരു ഡിമാൻഡ് ഇറാൻ മുന്നോട്ട് വെക്കാൻ സാധ്യതയുണ്ടെന്ന് CNN റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാൻ ഒഫീഷ്യൽസിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് CNN ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. അമേരിക്ക ഒരിക്കലും ഇത് സമ്മതിക്കില്ല എന്നുറപ്പാണ്. ലിബിയ, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങൾ ഇത്തരം പരിശ്രമങ്ങൾ നടത്തിയിരുന്നു. അതിന് അവർക്ക് കനത്ത വില നൽകേണ്ടി വന്നു.